അപ്പോൾ എന്താണ് വേർട്ടിഗോ? വേർട്ടിഗോ എന്ന് പറഞ്ഞാൽ തലകറക്കം, അതായത് സ്വന്തമായിട്ട് സ്വന്തം ബോഡി ചുറ്റുന്നത് പോലെയോ എൻവയൺമെൻറ്റ് ചുറ്റിനുള്ളത് ചുറ്റുന്നത് പോലെയോ കറങ്ങുന്നത് പോലെയോ തോന്നുന്നതിനെയാണ് വേർട്ടിഗോ അല്ലെങ്കിൽ തലകറക്കം എന്ന് പറയുന്നത്. കണ്ണിൽ ഇരുട്ട് കയറുക, ശരീരം മൊത്തത്തിൽ കുഴഞ്ഞു വരിക, അല്ലെ ക്ഷീണം വരിക, ഇതൊന്നും ട്രൂ വേർട്ടിഗോ അല്ല. അപ്പോൾ എന്തൊക്കെയാണ് വേർട്ടിഗോയുടെ കാരണങ്ങൾ? രണ്ട് പ്രധാനപ്പെട്ട സ്ട്രക്ചേഴ്സാണ് വേർട്ടിഗോ ഉണ്ടാക്കുന്നത്. ഒന്ന് നമ്മുടെ ഇന്നർ ഇയറിലുള്ള പ്രശ്നങ്ങൾ, രണ്ട് നമ്മുടെ ബ്രെയിൻ, നമ്മുടെ ബാക്ക് ഓഫ് ദി ബ്രെയിൻ, നമ്മുടെ പിൻഭാഗത്തുള്ള ബ്രെയിനിലുള്ള പ്രശ്നങ്ങൾ കൊണ്ടാണ് വേർട്ടിഗോ വരുന്നത്. അപ്പോൾ ഏറ്റവും കോമൺ ആയിട്ട് നമ്മുടെ ഇന്നർ ഇയറിലെ കുറച്ച് ക്രിസ്റ്റൽസ് ഉണ്ട്. അത് കറക്റ്റ് സ്ഥാനത്തിരിക്കുമ്പോഴാണ് നമുക്ക് ബാലൻസ് ഉള്ളത്. അപ്പോൾ അതിന് സ്ഥാനം തെറ്റിയാൽ നമുക്ക് വേർട്ടിഗോ വരാം. അതിനെയാണ് BPPV എന്ന് പറയുന്നത്. അതൊരു മിഡിൽ ഏജ് അല്ലെങ്കിൽ എൽഡർലിയിൽ കാണുന്നതാണ് ഈ ക്രിസ്റ്റൽ സ്ഥാനം തെറ്റിയത് കൊണ്ടുള്ള വേർട്ടിഗോ. അപ്പം ഇടയ്ക്കിടയ്ക്ക് വേർട്ടിഗോ, തലചുറ്റലും ശബ്ദലും മനം പുരട്ടലുമായിട്ട് വരാം. ഇത് ട്രീറ്റ് ചെയ്യാനായിട്ട് ഈ ക്രിസ്റ്റൽ തിരിച്ച് സ്ഥാനത്ത് വെക്കാനായിട്ടുള്ള എക്സസൈസുകളും പൊസിഷണൽ മാനുവേഴ്സും മരുന്നുകളും ഉണ്ട്. ഇതാണ് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ്. പിന്നെ നമ്മുടെ ഇന്നർ ഇയറിൻ്റെ ഇൻഫ്ലമേഷൻ, ലാബിറിന്തൈറ്റിസ്, വെസ്റ്റിബുലാർ ന്യൂറോണൈറ്റിസ്. വെസ്റ്റിബുലാർ ന്യൂറോണൈറ്റിസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ചെവിയുടെ ഞരമ്പിനുള്ള ഇൻഫ്ലമേഷൻ കൊണ്ടും ഇതേ സിംറ്റംസ് വരാം. വെസ്റ്റിബുലാർ ന്യൂറോണൈറ്റിസ് അല്ലെങ്കിൽ ഞരമ്പിൻ്റെ ഇൻഫ്ലമേഷൻ ജീവിതത്തിൽ ഒരു പ്രാവശ്യമേ വരൂ. പല പ്രാവശ്യം വേർട്ടിഗോ വരുന്നുണ്ടെങ്കിൽ അത് വെസ്റ്റിബുലാർ ന്യൂറോണൈറ്റിസ് അല്ല. അതുപോലെ തന്നെ വെസ്റ്റിബുലാർ മൈഗ്രെയിൻ ഉള്ളവർക്ക് തലചുറ്റലിൻ്റെ കൂടെ വരാം. ഇത് രണ്ടിനും ഇഫക്റ്റീവായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് ഉണ്ട്. വെസ്റ്റിബുലാർ ന്യൂറോണൈറ്റിസിന് ഷോർട്ട് കോഴ്സ് സ്റ്റീറോയിഡ് കൊടുക്കേണ്ടി വരും. വെസ്റ്റിബുലാർ മൈഗ്രെയിൻ്റെ ട്രീറ്റ്മെൻറ്റ് ആണ് കൊടുക്കുന്നത്. അതുപോലെ തന്നെ മിനിയേഴ്സ് ഡിസീസ് എന്നുള്ളൊരു എൻറ്റിറ്റി ഉണ്ട്. അതായത് കേൾവിക്കുറവ്, ചെവിക്കുള്ളിൽ ഫുൾനെസ് തോന്നുക, വേർട്ടിഗോ, തലചുറ്റൽ, അതുപോലെ തന്നെ ടിനിറ്റസ്, ചെവിക്കുള്ളിൽ മൂളൽ കേൾക്കുക. ഇതെല്ലാം മിനിയേഴ്സ് ഡിസീസിൻ്റെ ഒരു ലക്ഷണങ്ങളാണ്. ഇത് ENT കണ്ടീഷനാണ്. ഇതൊരു പ്രോഗ്രസീവായിട്ടുള്ള കണ്ടീഷനാണ്. കുറച്ച് ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ കൊണ്ട് കുറേയൊക്കെ അതിന് വ്യത്യാസം വരാം. കംപ്ലീറ്റ് ആയിട്ട് അത് ക്യൂർ ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ നമ്മുടെ തലച്ചോറിൻ്റെ പിൻഭാഗത്ത് വരുന്ന സ്ട്രോക്ക് കൊണ്ടും വേർട്ടിഗോ വരാം. അപ്പോൾ സ്ട്രോക്ക് കൊണ്ടുള്ള വേർട്ടിഗോയിൽ രോഗികൾക്ക് നടക്കാനുള്ള അല്ലെങ്കിൽ ഇംബാലൻസ് നല്ല പോലെ ഉണ്ടാവും, നടക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള കേസുകളിൽ നമ്മൾ MRI ഒക്കെ എടുത്ത് നോക്കേണ്ടി വരും.